നമ്മൾ പെർഫ്യൂംസ് എപ്പോഴെല്ലാം യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എത്ര പെർഫ്യൂം വെക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. അല്ല, ഒരു പെർഫ്യൂം ഞാൻ ഫുൾ ടൈം യൂസ് ചെയ്യാൻ പറ്റും. അപ്പം പെർഫ്യൂം എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ചോയ്സാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കുന്ന ഒരു സാധനമാണ് പെർഫ്യൂം. ആർക്കും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ആ പെർഫ്യൂം ഇഷ്ടമുള്ള സമയത്ത് എപ്പോൾ വേണേലും യൂസ് ചെയ്യാം. അതിന് ഇന്നൊരു ഒക്കേഷൻ ഇല്ല. പക്ഷേ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്ന നമ്മുടെ സറൗണ്ടിങ്സും കാര്യങ്ങളും എല്ലാം നോക്കുന്ന നേരം ജിം, ഓഫീസ് െല്ലാം പോവാണെങ്കിൽ, വർക്കിംഗ് ആണെങ്കിൽ, ഒരു ഇൻഡോറിൽ വർക്ക് ചെയ്യാണെങ്കിൽ നമുക്കൊരു ഫ്രഷ് ടൈപ്പ്. അത് എന്തിനാ വെച്ചാൽ നമുക്ക് റിഫ്രഷിങ് ആണ്. ഒരു ഓറഞ്ചിന്റെ അല്ല ബർഗമോട്ടിന്റെ എല്ലാം വരുന്ന നമുക്കൊരു എനർജി കിട്ടും, എനർജൈസിങ് ടൈപ്പ്. അതേപോലെ നമുക്കൊരു ഒക്കേഷന് പോകണം. ഒരു ഒക്കേഷനിലാവാൻ നേരം അധികം കുത്തലൊന്നും ഇല്ലാത്തൊരു ടൈപ്പ് ആവാൻ നേരം വാം ആൻഡ് സ്പൈസി സെൻസ്വേഷ്യൽ ടൈപ്പ്, ഓറിയന്റൽ ടൈപ്പ് ചൂസ് ചെയ്യാം. പിന്നെ നമുക്ക് റൊമാൻറ്റിക് അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഡേറ്റ്, അതിനെല്ലാം ഫ്ലോറൽസ്, ഫ്രൂട്ടി, ആ ഒരു കാറ്റഗറി അതിന് പറ്റും. അത് കൂടുതലും പ്രിഫർ ചെയ്യുന്ന ഫെമിനിൻസ് ആണ്, ജെൻസും പ്രിഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കുറച്ചുകൂടി ഒരു വുഡി ടൈപ്പ്, അതായത് ഊത് കാര്യങ്ങളെല്ലാം വരുന്നത് അത് കുറച്ച് സ്ട്രോങ് ആണ്. അത് നിങ്ങളുടെ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന യൂസ് ചെയ്യാം. അത് കൂടുതലും ഒക്കേഷൻസ് ആണ് അധികം ആൾക്കാരും പ്രിഫർ ചെയ്യാം. സോ ഒക്കേഷൻ ബേസ്ഡ് ആണ് പെർഫ്യൂംസ് എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സമയത്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. അക്കോർഡിംഗ്ലി ഒരു ജിമ്മിന് പോകുന്നതാണെങ്കിൽ ഗ്രീൻ ടൈപ്പ് യൂസ് ചെയ്യാം. ഒരു ഫ്രഷ് ഇതുപോലെ തന്നെയുള്ള സംഭവമാണ്.